സെലക്റ്റീവ് ആയിട്ടൊരു പെർഫ്യൂമാണ്. നോർമലി വാനില പറയുമ്പോൾ ഹലോ, വെൽക്കം ടു സെൻട്രി കോളേജ്. നിനക്ക് ഹായ്. ഇതിലൊന്നും പുതിയതല്ല ആക്ച്വലി, ഇത് രണ്ടാമത്തെ ബോട്ടിലാണെന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ബോട്ടിൽ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം, ഡീക്കാൻ ചെയ്യാനുണ്ട്. ഒരു കസ്റ്റമർ പറഞ്ഞ സാധനം മെഴ്സേഴ്സ് ബെൻസ് ക്ലബ് ബ്ലാക്ക് DP. നിങ്ങൾ ആൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരാളുടെ ഫേവറേറ്റ് ആണ്, എനിക്കറിയാം. അടുത്ത ഐറ്റം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് JPG ലെമൺ എലിക്സർ. ആൾറെഡി ഒരു ബോട്ടിൽ നമ്മൾ തീർത്തു, ഡീക്കാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. യെസ്, യെസ്. കഴിഞ്ഞ വട്ടം നമ്മൾ 125 അല്ല 75 ml ബോട്ടിലാണ് വാങ്ങിച്ചിരുന്നത്. ഈ വട്ടം നമ്മൾ 125 ml ബോട്ടിൽ വാങ്ങി. ഇതിനെക്കാട്ടും ചീപ്പറായിട്ട് എനിക്ക് സാധനം വാങ്ങാൻ പറ്റും, കാരണം നമുക്ക് ടെസ്റ്റർ ഉണ്ട്. ഇതേപോലെ ടെസ്റ്റർ പീസിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതേപോലുള്ള ബോട്ടിലോ പാക്കിങ്ങോ അങ്ങനെയുള്ള ഐറ്റം ഒന്നും കാണില്ല. ഡയറക്റ്റ് പെർഫ്യൂം എന്താണോ അതിൻ്റെ ബോട്ടിലും അതിൻ്റെ ജ്യൂസും കണ്ടതിന് സെയിം ആയിരിക്കും. പക്ഷേ ഈ വരുന്ന പാക്കിങ് ഓപ്പണിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം അത് വരത്തില്ല. എനിക്ക് സാധനം ആക്ച്വലി ഒന്നുകൂടെ അൺബോക്സ് ചെയ്ത് നോക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നുകൂടെ വാങ്ങിയത്. ഏകദേശം 1000-1500 ഡിഫറൻസ് ഉണ്ട് ടെസ്റ്റർ ഇതും തമ്മിൽ. പക്ഷേ ഒരാൾക്ക് പെർഫ്യൂം ഉപയോഗിച്ച് നോക്കിയാൽ മതി, അല്ലാതെ ഈ ഓപ്പണിങ് എക്സ്പീരിയൻസിലൊന്നും ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ വി ഗോ ഫോർ ടെസ്റ്റേഴ്സ്. നമുക്ക് ഈ സാധനം പൊട്ടിക്കുമ്പോൾ ഒരു സൗണ്ട് വരും, അത് നമുക്ക് കേൾക്കാൻ നല്ല രസമാണ്. കഴിഞ്ഞ പെർഫ്യൂം ആക്ച്വലി പാർഷ്യലായിട്ട് ഒരാൾ വാങ്ങിച്ചിട്ട് പോയി. അതുകൊണ്ടാണ് എനിക്ക് പാർഷ്യൽ എന്ന് വെച്ചാൽ അവർ ഫുള്ള് ബാക്കി ബോട്ടിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടോ അതിൻ്റെ എമൗണ്ടും എടുത്തിട്ട് അവർ ബോട്ടിലോടെ കളക്ട് ചെയ്യും. ചിലർക്ക് കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കളക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കെയർ ഓഫിൽ. ഇനി നമ്മൾ ഈ സാധനം എന്തായാലും ടെസ്റ്ററേ വാങ്ങുള്ളൂ, കാരണം എനിക്ക് ഈ ബോട്ടിലോടെ കിട്ടണം എന്ന് വെക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഏറ്റവും വാങ്ങിയത്. ഡോൾഷെ ആൻഡ് ഗബ്ബാന ദ വൺ. എനിക്ക് ആദ്യം വാങ്ങാനുള്ള ഇഷ്ടമുള്ള പെർഫ്യൂംസിൽ ഒരു ഐറ്റം ആയിരുന്നു. അത് ലുലുവിൽ പോയി ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പെർഫ്യൂം ആക്ച്വലി ഒരു സെഡക്റ്റീവ് പെർഫ്യൂം എന്നാണ് പറയുന്നത്. സെഡക്റ്റീവ് പെർഫ്യൂം ഫോർ മെൻ. ഇത് ടെസ്റ്റർ പീസാണ്. ടെസ്റ്റർ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കിപ്പം ഷോപ്പിൽ ഇപ്പോൾ ഒരു റീറ്റെയിൽ പീസ് ഒരു 10 പീസ് പോയിന്ന് കൂട്ടിക്കോ. 10 പീസ് പോകുമ്പോൾ കൂടെ അവർ കസ്റ്റമേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ പീസ് കൊടുക്കും. ഒറിജിനൽ സെയിം പെർഫ്യൂം ബാച്ച് എല്ലാം സെയിം ആയിരിക്കും. അവർ റാൻഡമായിട്ട് ഒരു ഐറ്റം എടുത്തിട്ട് ടെസ്റ്ററാന്ന് പറഞ്ഞ് കൊടുക്കുന്നതേ ഉള്ളൂ. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബോക്സിങ് എക്സ്പീരിയൻസ് കാണില്ല. ഇതേപോലുള്ള സാധാ അവർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി കണ്ടന്റ് സെയിം ആണ്, ബോട്ടിലും കണ്ടന്റും എല്ലാം സെയിം ആണ്. പക്ഷേ ബോക്സ് കാണില്ല, ബോക്സ് പ്രോപ്പർ ആയിരിക്കില്ല, അത് മാത്രമേ ഉള്ളൂ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോർമുലേഷൻ ആണ്. ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെഡക്റ്റീവ് ആയിട്ടൊരു പെർഫ്യൂമാണ്. നല്ല രീതിയിൽ സെഡക്റ്റീവ് ആയിട്ട് പെർഫ്യൂം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ലാസ്റ്റിംഗ് പ്രൊജക്ഷനും എല്ലാം കുറവാണ്. പ്രത്യേകിച്ച് ഈ സാധനം യൂസ് ചെയ്യുന്നത് ഡേറ്റിങ്ങിന് വേണ്ടിയാണ്. ഡേറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളിപ്പം ആരെയാണോ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അവർക്ക് ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം അടിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിൽ വെക്കുന്ന ഒരു പെർഫ്യൂമായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ലാസ്റ്റിംഗ് എല്ലാം കുറവായിരിക്കും. പക്ഷേ നമ്മൾ ക്ലോസ് സർക്കിളിലുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ മൈൽഡായിട്ട് ഈ മണം കിട്ടിക്കൊണ്ടിരിക്കും. സെഡക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. സെഡക്റ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം ഇതിനകത്ത് ആക്ച്വലി കാടമം ഇതിനകത്ത് ഉണ്ട്. ടോപ്പ് നോട്ടിൽ ബർഗമോട്ടും കാടമം മിഡാണെന്ന് തോന്നുന്നു. പക്ഷെ കാടമം എപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കും. ഡെയിലി യൂസിന് യൂസ് ചെയ്തിരിക്കുന്നത്, ഡെയിലി യൂസിന് ഫ്രഷ് ആയിട്ടുള്ള. ഇത് ഒട്ടും ആൾക്കാരെ മീൻസ് ഹാർഷായിട്ട് തോന്നത്തക്ക ഇതിൽ സ്മെല്ലല്ല. ട്രൈ ചെയ്ത് നോക്കി. ഒട്ടും ഹാർഷായിട്ടൊരു സ്മെല്ലല്ല, മൈൽഡായിട്ട് ഈ സാധനം വരുള്ളൂ. പക്ഷേ നമുക്ക് ക്ലോസ് സർക്കിളിലുള്ള മീൻസ് ഇൻറ്റിമേറ്റ് ആയിട്ടൊരു സർക്കിളിലുള്ള ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്രൗഡിനെ മൊത്തം നമുക്ക് ഒരിക്കലും ഇത് വെച്ചിട്ട് അപ്പീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആദ്യം ഇത് പൊട്ടിക്കാം. ബ്യൂട്ടിഫുൾ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് പിടിച്ചോ. എങ്ങനെ
മാനോഫ് ദ മാച്ച് ഒക്കെ കൊടുക്കാൻ പറ്റിയത്. എന്റെ കയ്യിലെ പകുതിയടിച്ചത് കുഴപ്പമില്ല. അത് വേണ്ട. ഏത് മണമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിലും മാനുവലുണ്ടല്ലേ? വാനില. എടാ വാനില ആക്ച്വലി ഒരു ബേസ് നോട്ടില് നമ്മള് നോർമലി വാനില പറയത്തില്ലേ? നോർമലി വാനില പറയുമ്പോ ഫുഡുകളെ കൊണ്ട് പെർഫ്യൂമിൽ വരുമ്പോൾ വാനില കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വാനില ഒരു ബേസ് നോട്ട് എന്നുള്ള രീതിയിൽ. കാരണം വെച്ചാൽ ഒരു പെർഫ്യൂമിൽ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ബേസ് നോട്ട് വാനില ആഡ് ചെയ്താൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നോട്ടാണിത് വാനില. അതുകൊണ്ട് എന്തായാലും വാനില ആഡ് ചെയ്യുമ്പോൾ ഓരോന്നിലും ഓരോ രീതിയിലാണ്. ഇത് സ്മോക്കി വാനില. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ സ്മോക്കി അല്ലാത്ത വാനിലയാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാനില. രണ്ടും വാനില തന്നെ, പക്ഷേ നല്ലൊരു പെർസെപ്ഷൻ നമുക്ക് കിട്ടും. ഹോ അടിപൊളി. ഇത് വാനില സെൻട്രിക് ആയിട്ടൊരു പെർഫ്യൂമാണ്, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്ത പെർഫ്യൂമാണ്. ഇതിൻ്റെ EDT വേർഷനാണ് അൾത്തായർ എന്ന് പറയുന്ന PDMൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് വരെ പറയുന്നവരുണ്ട് ഇതിൻ്റെ EDT വേർഷനിൽ നിന്ന്. നല്ല ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും ഉള്ളതാണ്. ആംബ്രോക്സൈൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം പെട്ടെന്ന് നോസ് ബ്ലൈൻഡ്നെസ് കിട്ടും, പക്ഷേ വേറൊരാൾക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു 5 സ്പ്രേ 6 സ്പ്രേ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നൈറ്റിന് വെയർ ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. പക്ഷേ ഡേ വെയർ ചെയ്താലും ഒരിക്കലും ഒരാൾക്ക് ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ ഒരു പെർഫ്യൂം ആയിരിക്കില്ലേ സാധനം. അപ്പീലിംഗ് ആയിട്ടൊരു പെർഫ്യൂമാണിത്. ഇത് ആക്ച്വലി കുറച്ചൊന്ന് സെറ്റിൽ ആവാനുണ്ട്, കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്. പക്ഷേ ഒന്നൊന്ന് ഷഫിളായി കിടക്കുമ്പോൾ കുറച്ചൊന്ന് സെറ്റിൽ ആവാനുണ്ട്. ഫോർമുലേഷൻ ഡിസ്ട്രപ്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് ഈ ഷേക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡിസ്ട്രപ്റ്റ് ആവും. ഡിസ്ട്രപ്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ മണം പെട്ടെന്ന് ഡൗൺ ആവും. പിന്നെ പ്രോപ്പറായിട്ടൊന്ന് മാസറേറ്റ് ചെയ്ത് എടുത്താൽ, മാസറേഷൻ എന്ന് പറയണ്ട, അല്ലാതെ തന്നെ ഒന്ന് സെറ്റിൽ ഡൗൺ ആവാൻ വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂമിൻ്റെ മണം തിരിച്ചു വരും. മാത്രമല്ല ഇത് ഒരുപാട് പെർഫ്യൂംസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെയുണ്ട്. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാ? കയറി ആ മണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. മീൻസ് മാറിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ എപ്പോഴും നോക്കിയാലും ഇങ്ങനെ 3 നോട്ട്സിലോട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ഡോൾസെ ആൻഡ് ഗബ്ബാന 1 hour ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്, ഒഫീഷ്യൽ ടെസ്റ്റിംഗ്. ഫ്രഷ് മണം. അത് ബെർഗമോട്ട് കിടക്കുന്നുണ്ട്. ബെർഗമോട്ട് എന്ന് വെച്ചാൽ ബെർഗമോട്ടിന് സ്വന്തമായിട്ട് മണമില്ല. ബെർഗമോട്ട് ഒരു ഫ്രൂട്ടാണേ, അത് സ്വന്തമായിട്ട് മണമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെർഫ്യൂമും കൂടെ അല്ലെങ്കിൽ നോട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ പെർഫ്യൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആംഗിൾ മാറിയായിരിക്കും ഇതിൻ്റെ മണം വരിക. ആൾമോസ്റ്റ് എല്ലായിടത്തും ഫ്രഷ് നോട്ട്സിലെല്ലാം ആഡ് ചെയ്യുന്നൊരു സാധനമാണ്. ടോപ്പ് നോട്ടിൽ ആഡ് ചെയ്യുന്ന സാധനമാണ് ബെർഗമോട്ട്. നോട്ട്സിൽ എനിക്ക് കാർഡമമാണ് കൂടുതൽ വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അതിൻ്റെ ഫ്രാഗ്രൻറ്റൊക്കെ നോക്കി പറയുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷേ എങ്കിലും എനിക്കറിയാവുന്ന വെച്ചിട്ട് കാർഡമമ്മിൻ്റെ ഒരു നോട്ടാണ് ഇതിനകത്ത് അടിപൊളിയായിട്ട് വരുന്നത്. എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ് കേട്ടോ. പക്ഷേ എനിക്ക് വെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അതെ, താങ്ക്സ്. അങ്ങനെ ഇതിൻ്റെ നമുക്ക് ഡീക്കാൻ ഉള്ളതൊക്കെ പോരെ, ഇനി വേണം. അപ്പം നമ്മളതിനെ ഡീക്യാൻസ് ചെയ്യാനായിട്ട് ബോട്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഡീക്യാൻഡ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഈ JPG ലെമൺ എലിക്സർ ഒരു കോംപ്ലിമെൻ്ററി ആണ് ഒരു കസ്റ്റമറിന്. ഇനി ക്ലബ് ബ്ലാക്ക് EDP ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് തുറന്നു തരണം. ആരായിരിക്കും തുറന്നു തരുന്നത്? വിനയ്. ഞാനും ചെയ്യുന്നത്. ഇതിൻ്റെ സ്പൈസ് ബോംബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വേറെ ഐറ്റം. അതിനകത്ത് ഇത് തന്നെ പരിപാടി. അത് കറക്റ്റ് ബോംബാ. യെസ് I did it. സക്സസ്ഫുള്ളി നശിപ്പിച്ചിരിക്കുന്നു. Did it guys. കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അകംഭാഗം. ഓക്കെ, സെറ്റായി. 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 40, 100 സ്പ്രേ. ആറ്റോമൈസർ ത്രൂ വരുന്നത് കുറവാണ്. നോർമലി നമുക്ക് 80 to 90 സ്പ്രേസ് ഒക്കെയാണ് സാധാ പെർഫ്യൂംസിന് വരുന്നത്. ഇതിൽ 100 അടിച്ചിട്ട് എന്താ ഇനിയും ഉണ്ട്, 2 ml 1.5 ml ബാക്കി.
എത്തിയിട്ടുണ്ട്. ഇനി നമ്മളത് യൂസ് ചെയ്യത്തില്ല. ഇനി നമ്മളിത് പ്രോപ്പറായിട്ട് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിയാൻ ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് 80